ഇവിടെ നിന്ന് യാത്രയായതാണ്. ആ യാത്രയുടെ പര്യവസാനമാണിത്. ഇത്തരത്തിൽ ഒരു ആംബുലൻസിലായി ശ്രീനന്ദ എന്ന 14-കാരി ഇവിടെ ചേതനയേറ്റ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. നാടൊന്നാകെ തേങ്ങുകയാണ് ഈ ഒരു ദുഃഖത്തിൽ. ആരും ഒരു കുടുംബം പോലെയാണ് ഈ 40 പേരിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവസാനം ഇത്തരത്തിലാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏറെ അനിശ്ചിതത്വം ശ്രീനന്ദയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കി. അതിനൊടുവിലാണ് ഇന്നലെ വൈകുന്നേരം ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിൽ തന്നെ വീണ്ടും ദുരൂഹതയും സംശയങ്ങളും ഒട്ടേറെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ആണ് ഇതിലെ വലിയ ചില ചോദ്യങ്ങൾക്കും ഉത്തരം അത് ലഭിച്ചത്. അത്തരത്തിലൊരു ദുരൂഹത, ഒരു അപകട മരണമാണ് സംഭവിച്ചത്. തരത്തിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടിയത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചനകളാണ്. എന്താണെങ്കിലും എന്ത് സംഭവിച്ചു ശ്രീനന്ദയ്ക്ക് എന്ന ചോദ്യം അവശേഷിക്കുമ്പോഴും ശ്രീനന്ദയുടെ മൃതദേഹം ഇവിടേക്ക് ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ വേദനയോടെ നാടൊന്നാകെ ശ്രീനന്ദയ്ക്ക് വിദ്യാഞ്ജലി ചൊല്ലാനായി കാത്തിരിക്കുകയാണ്. ഏതാനും സമയം മാത്രമേ ഇവിടെ ശ്രീനന്ദയുടെ ഭൗതിക ശരീരം ഉണ്ടാവുകയുള്ളൂ. പൊതുദർശനം വളരെ കുറവ് സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇതിനോടൊപ്പം തന്നെ കുടുംബം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദിവസങ്ങളിൽ പഴക്കമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വാഭാവികമായിട്ടും വലിയ സമയം അങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ വളരെ വേഗത്തിൽ ഈ പൊതുദർശനം നടക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായിട്ട് തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം. ശ്രീനന്ദ ചേതനയേറ്റ് തിരിച്ചെത്തുകയാണ്.